Good morning, welcome to Morning Brief. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു റാലി നിലനിർത്താനാകാതെ ഇന്നലെ നിഫ്റ്റി താഴേക്ക് വരികയാണുണ്ടായത്. ഇന്ന് ടേക്ക് ഓവേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സിലൊരു മിക്സഡ് സെൻറ്റിമെൻറ്റാണ് കാണുന്നത്. US മാർക്കറ്റ് എല്ലാം തന്നെ 0.5% അപ്പായിരുന്നു. അതിൽ ഡൗ ജോൺസ് മാത്രമാണ് ഫ്ലാറ്റായിട്ട് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ 0.5% താഴെയാണ് ക്ലോസ് ചെയ്തത്. നേട്ടമില്ലാതെ തന്നെ ക്ലോസ് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം തന്നെ ഇന്നൊരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സിലാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിക്കി, ജപ്പാൻ്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിക്കി ഇന്ന് 1.5%ഓളം താഴെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നല്ല നേട്ടം സ്വന്തമാക്കിയ ഒരു ഇൻഡെക്സസ് ആയിരുന്നു. ഇന്ന് അത് കുറച്ച് താഴെയാണ് പോരുന്നത്. നിഫ്റ്റി ഇന്ന് ഒരു ഫ്ലാറ്റ് റേഞ്ചിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവുക. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഒരുപാട് ഇവൻറ്റ്സുകൾ നമ്മൾ വാച്ച് ചെയ്യുന്ന ഒരു വീക്കാണിത്. ഇന്നലെ നമ്മളുടെ IIP ഡാറ്റ വന്നിരുന്നു. അത് കുറച്ച് നെഗറ്റീവായിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ചിലപ്പോൾ മാർക്കറ്റിലുണ്ടാകും. ഒപ്പം ഇന്ന് PMI ഡാറ്റ വരുന്നുണ്ട്. അത് ഇന്ത്യയിലെയും ചൈനയിലെയും ഡാറ്റ ഇന്ന് വരുന്നുണ്ട്. ഒപ്പം ഇന്ന് ജെറോം പവൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഫോറത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചും ഇന്ന് വളരെ ക്രൂഷ്യലായിട്ടാണ് ആളുകൾ നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ട്രേഡ് ടോക്സിൻ്റെ കൊടുത്തിരിക്കുന്ന മൊറട്ടോറിയം ജൂലൈ 9 അവസാനിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും മാർക്കറ്റിൽ അതിൻ്റെ സെൻറ്റിമെൻറ്റ്സും തീർച്ചയായിട്ടും റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന FIസിൻ്റെ FIസിൻ്റെ ഡാറ്റയാണ്. FIസിൻ്റെ ഫണ്ട് ഫ്ലോ എങ്ങനെയാണെന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം തന്നെ അവർ കൂടുതൽ നെറ്റ് സെല്ലേഴ്സായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെയും അവർ 831 കോടി ഷെയർസിൻ്റെ സെല്ലിംഗ് ആണ് നടത്തിയത്. അപ്പോൾ FIസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ഇനിയൊരു മൊമെൻറ്റത്തിലേക്ക് ഒരു പോസിറ്റീവ് മൊമെൻറ്റം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് ഒരു റാലിക്ക് സാധ്യതയുണ്ടാകുകയുള്ളൂ. നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 25,380 എന്ന റേഞ്ചിലാണ് നിഫ്റ്റിക്ക് മേജർ സപ്പോർട്ടുള്ളത്. റെസിസ്റ്റൻസ് 25,675 എന്ന നിലയിലാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്കാണെങ്കിൽ 56,987 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് റേഞ്ച്. റെസിസ്റ്റൻസ് 57,630 അപ്പോൾ ഒരുപാട് ഡാറ്റാസും അതോടൊപ്പം തന്നെ ഇന്ന് ഓട്ടോ സെയിൽസ് ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട് ഓട്ടോ സെക്ടേഴ്സിലൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകും, ഫ്ലക്ച്വേഷൻസ്, വൊളാറ്റിലിറ്റി ഉണ്ടാകും. ഒപ്പം റിസൾട്ടുകൾ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനും അതോടൊപ്പം തന്നെ മാർക്കറ്റിന് ഓവറോൾ ഒരു വൊളാറ്റിലിറ്റിക്ക് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ മൂവ്മെൻറ്റ്സും എടുക്കുക. എല്ലാവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.